അത് വെറുതെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. കാരണം മാത്രമല്ല, പറഞ്ഞവർക്ക് തന്നെ അതൊരു അക്കിടി പറ്റിപ്പോയി എന്ന നിലയിൽ അവർ പിൻവലിക്കുകയും ചെയ്തു. പൊതുവിൽ അത് വിലയിരുത്തപ്പെട്ടത് ആ കാര്യം തന്നെ വിലയിരുത്തപ്പെട്ടത് ഇതുവരെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കാർഡ് കളിക്കുന്നുണ്ട്, അതിലൊരു കാർഡാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. കാഫറും അതുപോലെ തന്നെ പാലക്കാട്ടെ സപ്ലിമെന്റും ഒക്കെ ഇല്ലേ, അതിൽപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. പലതും പാളി പോകുന്നു. അത് അവരെ ചിന്തിക്കട്ടെ. അത് കേരളത്തിൽ കമ്മ്യൂണൽ കാർഡ് ആര് കളിച്ചാലും പാളി പോവുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജനം തള്ളിക്കളയും. അതാണല്ലോ BJP ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ട കാർഡുകൾ കേരളത്തിൽ കളിച്ച് യാതൊരു റിസൾട്ടും ഇല്ലാതെ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോ അതേ തുരുമ്പിച്ച ആയുധം ഇപ്പോൾ ഇടതുപക്ഷത്തെ പോലുള്ള CPM-നെ പോലുള്ള ഒരു പാർട്ടി എടുത്താൽ അവർക്കും അനുഭവം ഉണ്ടാവും. ഇത് കേരളമാണ്. കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവൈഡ് ഉണ്ടാക്കുന്നതിനും എതിരായിട്ടുള്ള ഒരു വികാരമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വയനാട് അവിടെ എല്ലാ ഒരു കുടിയേറ്റ മേഖല എന്നുള്ള നിലക്ക് സത്യത്തിൽ വയനാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, വിവിധ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? അപ്പോൾ അത് എല്ലാത്തിനും അതീതമായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയല്ലേ പാലക്കാടും. രാഹുൽ മാങ്കൂട്ടത്ത് കിട്ടിയ വോട്ട് കണ്ടില്ല. കമ്മ്യൂണൽ കാർഡ് ഇപ്പോൾ സപ്ലിമെന്റ് ഇറക്കലും അതും ഇതുമൊക്കെ ആയിട്ട് അടുത്ത വർഷം എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കി. വാസ്തവത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. 2 പത്രങ്ങൾക്ക് പ്രത്യേകമായ പരസ്യം കൊടുക്കുന്നു, ഒരു കമ്മ്യൂണൽ കാർഡ്, അത് പിന്നെ മറുപടി പറയാൻ സമയമില്ല, ആ സമയത്ത് കൊണ്ടുവന്ന് കളിക്കുന്നു. യാതൊരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിന്റെ ഈ പ്രത്യേക മെസ്സവിന്റെ കാര്യത്തിലും ഉണ്ടായ, ഞാൻ മെസ്സവിന്റെ ഒരു പരിപാടിയിൽ ഒരിക്കൽ പോയതാണ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി. സാധാരണ വീട്ടിൽ ചെയ്യുന്ന യോഗ അന്ന് അവരെ കൂടെ പോയി ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാനതിലൊന്നും കണ്ടില്ല. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കാർഡ് കളിക്കാൻ ഉപയോഗിച്ചാൽ കേരളം തള്ളുള്ളൂ. അല്ല, അത് അവർക്ക് ഭരണത്തിന്റെ പെർഫോമൻസ് പറയാനില്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ്. അപ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ നേരാവണ്ണം പറയാൻ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അവസാനത്തെ അടവ് എടുത്തു നോക്കുന്നത്. അതിൽ ഞാൻ പോയി എക്സസൈസ് ചെയ്ത് പോകുന്നു, വേറൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എക്സസൈസ് വളരെ നല്ലതാണ്, കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പോകുന്നത് ഈ 20 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്നേ നല്ലൊരു എക്സസൈസും യോഗ എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. യോഗ ഒരു വിഭാഗത്തിന്റെ അല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് പിന്നെ ഇത് വേണമെങ്കിൽ ഒരു പഠനത്തിന് വിധേയമാക്കാം, യോഗയെക്കുറിച്ച് അറിയാവുന്നവർക്ക്. കാരണം ഇത് നല്ലത് തന്നെ അല്ലേ എന്നുള്ളത്. അല്ല, തങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറഞ്ഞല്ലോ. അതിന് റിസൾട്ട് ഉണ്ടാവും. അല്ല, അതൊക്കെ അറിയാലോ, പലതും ഉണ്ടാവും. എന്നാലും അവസാനം തങ്ങൾ പറഞ്ഞ പോലെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ മുനമ്പം വിഷയത്തിൽ സതീശനെടുത്ത നിലപാടിനൊപ്പം ലീഗിലെത്താൻ പറ്റിയിട്ടില്ല എന്ന അന്തരീക്ഷത്തിൽ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വേണ്ട.